റിനി ജോർജ് എന്ന് പറഞ്ഞ ഒരു നടിയാണ്. സലീം കുമാറിൻ്റെ മരണത്തിൽ പങ്കെടുത്ത നടിയാണ്. അപ്പോൾ ആ നടി വന്നപ്പോൾ എല്ലാവരും നോക്കി ചിരിച്ചു. അതിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അത് വലിയൊരു സൈബർ അറ്റാക്കിന് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. അപ്പം നമ്മളിത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മരണ വീട്ടിൽ വന്നാൽ ചിരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ള മേക്കപ്പ് ഇട്ട് വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വല്ല നിയമങ്ങളുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ആ കുട്ടി തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട ആൾക്കാരെ, കണ്ട മുഖങ്ങളെ അവിടെ വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു. അത് വലിയൊരു തെറ്റാണോയെന്ന് ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളും പറയുന്നത് എല്ലാ സോഷ്യൽ മീഡിയയിലും ആ കുട്ടീനെ എടുത്ത് അലക്കി ഇട്ടിട്ടുണ്ട്. നമ്മളതിന് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡെഡ് ബോഡി മാത്രമാണ്. പിന്നെ നമ്മുടെ ആ മനുഷ്യൻ്റെ ആത്മാവാണ് പോയി നോക്കുന്നത്. ഒരു വാഴ കൊല വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പിണ്ടിയാണ്. പിന്നെ ആ പിണ്ടി കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഒരു ഉപകാരമില്ല. പിന്നെ മുന്നിപ്പിണ്ടിയും ഇതൊക്കെ എടുക്കണവരുണ്ട്, അതൊക്കെ വേറെ കാര്യം, അതല്ല. പിന്നെ അതിനെ കൊണ്ടൊരു ഉപകാരമില്ല. അതൊരു ഡെഡ് ബോഡി മാത്രമാണ്. നമ്മുടെ ആരും പിന്നെ അതിനെ ബഹുമാനിച്ച് ആൾക്കാർ അതിൻ്റേതായുള്ള രീതിയിൽ അതിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിച്ച് കുളിപ്പിച്ച് അതിൻ്റെ കൊണ്ടുപോയി ചിലർ കത്തിച്ച് കളയുന്നു, ചിലർ കൊണ്ട് കുഴിയിൽ വയ്ക്കുന്നു. ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ തമിഴ്നാട്. അധികം അകലെയൊന്നുമില്ല, നമ്മളെ തൊട്ട സംസ്ഥാനമാണ്. അവിടെ ഒരാൾ മരിച്ചാൽ എന്താ അവിടെ ചെയ്യുന്നവർ? അവർ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അവർ പടക്കം പൊട്ടി ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്, അവർ ബാൻഡ് മേളം വെച്ച് അവർ ആ ഡെഡ് ബോഡീനെ ശ്മശാനത്തിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാവരും സന്തോഷിക്കുക ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ട് നേരെ തിരിച്ചാണ്. ഒരാൾ മരിച്ചാൽ കരയാൻ വരെ പാടില്ല എന്നാണ്, ഉറക്കെ കരയാൻ വരെ പാടില്ല എന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ തമിഴ്നാട്ടിലുണ്ടാവുന്ന ആ ഒരു കാര്യം കാണുമ്പോൾ നമ്മളിവിടെയുള്ള ആൾക്കാർ ചിരിക്കും. അവരുടെ സിനിമയിലോ നമ്മളല്ലെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴോ നമ്മളൊക്കെ ചിരിക്കും. കാരണം എന്താ, അവർക്ക് ഭ്രാന്താണ്. ഇവർക്ക് ഇങ്ങനെയാണോ? ഒരു നമ്മൾക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്നേഹിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ഇവരെന്താ ഈ ആഹ്ലാദിക്കുന്നു എന്ന് ചോദിക്കും. നമ്മളൊരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പിറന്നാൾ, ഇതിനൊന്നും ആഘോഷിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട്. അതേപോലെയുള്ള ദുഷ്ടന്മാരും കള്ളന്മാരും വഞ്ചകരും ചതിക്കുന്നവരും വിശ്വാസവഞ്ചന ചെയ്യുന്ന